പോയിന്റ്സ് മീൻസ് ലോട്ട്. സി ഒസേറ്റ് നമ്മൾ എന്തായാലും പോകില്ലാന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെയൊക്കെ എക്സ്ട്രീം എന്താ സാധനങ്ങൾ എന്നുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാൻ. പുച്ഛം മാത്രമേ ഉള്ളൂ. അതിനെ പറ്റി എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാനുള്ളൂ. വേറെ ഒന്നിനെ പറ്റിയും എനിക്ക് അങ്ങനെ വല്ലാതെ സംസാരിക്കാനില്ല. താജ്മഹലിൻ്റെ കേസ് പറയാണ്ട്. രാജുഭായിനെ ഊമ്പിച്ചില്ലേന്നോ? എടാ ഞാൻ കാര്യം പറയട്ടെ. ഇപ്പം എനിക്ക് വേറെ ഒരാളെ പറ്റിയും എനിക്കൊന്നും പറയാനില്ല. ഈവൻ ടി വി എ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈറ്റീരിയ ഈ സർക്കംസ്റ്റാൻസസിനെ പറ്റിയിട്ടൊന്നും എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള ഓസ്കാർ എന്തിനാടാ നിങ്ങൾ അങ്ങനെ പറയില്ല. ഞാനൊരു ഫിലിമിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ഭയങ്കര നന്മക്കുണ്ണയായിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കണ ഒരുത്തനായതുകൊണ്ട് എനിക്ക് വലിയ സ്ട്രീമിംഗ് ഒക്കെ വിട്ട് ഞാൻ ഇപ്പോൾ വലിയ ഫിലിമിക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബ്രോ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും ഒരു നല്ല ആളാണെന്ന് ഞാൻ ഇന്നേവരെ എൻ്റെ സ്ട്രീമിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ സ്ട്രീമിങ്ങും എൻ്റെ കോണ്ടൻറ്റും കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം എൻ്റെ ലൈവ് കണ്ടാൽ മതി. അല്ലാതെ എൻ്റെ പേഴ്സണൽ ലൈഫിലെ ഞാൻ എന്ത് ചെയ്യണോ, ഞാൻ വേറെ എന്തെങ്കിലും എനിക്ക് വല്ല കുൽസിത പരിപാടികളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആറാം പറപ്പിലൊക്കെ ഞാൻ പോകുന്നുണ്ടോയെന്നൊന്നും എൻ്റെ പേഴ്സണൽ ലൈഫൊന്നും നോക്കി നടക്കേണ്ട ഒരു കുണ്ണാക്കും ഒരു ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തികച്ചും എൻ്റെ ചോയ്സാണ്. അതിനുള്ള ഫ്രീഡം എനിക്ക് നിൻ്റെ രാജ്യത്തുണ്ട്. അപ്പം ഞാനത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. അതുകൊണ്ടെന്നങ്ങാണ്ട് ഇങ്ങനെ ഈ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ മാസ് ആയിങ്ങാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഈ ലൈവിലിരുന്നുങ്ങാണ്ട് ഇങ്ങനെ ഓരോരുത്തരെ കുണ്ണത്തരം ഇങ്ങനെ കൊണ്ടുവന്ന് ലൈവിലിടുന്ന മാതിരി ഞാൻ ലൈവിലിരുന്ന് കാട്ടൂല. ഞാൻ ഹനാൻഷൊക്കെ ചെയ്ത പോലെ ലീഗലി അങ്ങ് മൂവ് ചെയ്യും. മനസ്സിലായോ? ഈ നമ്മളെ പേഴ്സണൽ പ്രൈവസി ചാറ്റുകൾ അല്ലെങ്കിൽ പ്രൈവസി കാര്യങ്ങളൊക്കെ ഇതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നുങ്ങാണ്ട് ഇങ്ങനെ എക്സ്പോസ് ആക്കുന്നതിനൊക്കെ ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരു ചോയ്സ് നമുക്കുന്നുണ്ട്. അതിനുള്ളൊരു സംഭവങ്ങൾ വരെ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റേതായ വൈക്കങ്ങ് നീങ്ങും. അല്ലാതെ എനിക്ക് വേറെയുള്ള ആൾക്കാരെ പറ്റി അപരാധം പറയേണ്ട ആവശ്യം എനിക്കില്ല നിലവിൽ. അത് എന്തായാലും ഇന്നിപ്പോൾ അത് എത്തിക്കേണ്ട ആൾക്കാരുടെ അടുത്ത് എത്തിക്കാനുള്ള സോഴ്സ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിനൊന്നും എനിക്ക് പുറത്തുനിന്ന് ഒരാളെ ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. അത് ഇപ്പം ഭരണ പാർട്ടികളെ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാം. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എനിക്കതിന് താല്പര്യമില്ല. വെറുതെ ഒരു ഗെയിമിൻ്റെ പേരിൽ ഒരാൾ റിലേഷൻ സ്പോയിൽ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാനായിട്ട് ഒന്നിനും വന്നിട്ടില്ല, ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് കണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ നോക്കുക എല്ലാവരും. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ താജ്മഹലിൻ്റെ കേസ്. താജ്മഹൽ പണിയിപ്പിക്കാൻ ഞാൻ കുറേ പേരെടുത്ത് പൈസ വാങ്ങിയെന്നുള്ളൊരു കംപ്ലൈൻ്റാണ് പറയുന്നത്. അഥവാ താജ്മഹൽ MRC ഗ്യാങ് ഹൗസാണ് താജ്മഹൽ. അതിന് ഞാൻ ആരുടെ നിന്നൊക്കെയോ പൈസകൾ കുറേ ചോദിച്ചു മേടിച്ചു. എന്നിട്ട് താജ്മഹലിൻ്റെ പൈസ മുക്കി എന്നുള്ള രീതിക്കൊക്കെയാണ് വരുന്നത്. 80,000 രൂപേൻ്റെ ഗ്യാങ് ഹൗസ്. ആദ്യമൊന്ന് തുടങ്ങാം. 80,000 രൂപേൻ്റെ ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈവിൽ ഇന്നേ വരെ ഞാൻ 80,000 രൂപേൻ്റെ ഗ്യാങ് ഹൗസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രൂഫ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. ഞാൻ പിന്നെ ആ ഗ്യാങ് ഹൗസ് ഒറ്റക്ക് പണിയിപ്പിക്കാൻ എൻ്റെ പേഴ്സണൽ പൈസ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം എനിക്ക് പേഴ്സണലി തോന്നാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഇതേപോലെ പൈസ പല ആൾക്കാരോടും ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ഇല്ല എന്ന് ഞാൻ പറയണില്ല. അതിന് വെൽവിഷേഴ്സ് ആയിങ്ങാണ്ട് നമ്മളെ MRCനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അഥവാ ദിൽഷാദ് ബ്രോ, ഷാറു ബ്രോ, പിന്നെ ഹബീബി ബ്രോ, കാഫി ബ്രോ. ഈ 4 ആൾക്കാരാണ് ആ ഒരു സെർട്ടൈൻ ഗ്യാങ് ഹൗസ് അല്ലെങ്കിൽ ആ താജ്മഹലിന് ഫണ്ട് തന്നത്. അതിൻ്റെ എക്സാക്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35K, ഐ തിങ്ക് 33 or 35. അതാണ് അതിൻ്റെ എക്സാക്ട് റേറ്റ്. അതിന് കണക്കടക്കം ഇതേമാതിരി വായ്ത്താളല്ല, പ്രൂഫ് അടക്കം കാണിച്ചു തരും. കൈൻഡ്ലി നോക്കൊന്നും അതിന് പൈസ തന്നിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വാങ്ങിയ ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. എനിക്കറിയണത് ഞാനാണ് ഗ്യാങ് ഹൗസ് പണിയിപ്പിച്ചത്. ബീസ്റ്റിയാണ് ഗ്യാങ് ഹൗസ് പണിതത്. ബീസ്റ്റിക്ക് അതിൽ 1 രൂപയെങ്കിലും കിട്ടാതെ പോയിക്കണമെന്നുണ്ടെങ്കിൽ ബീസ്റ്റിക്ക് വന്നുകൊണ്ട് ലൈവിൽ വന്ന് പറയാം. അതേപോലെ ഈ പറയപ്പെട്ട ആൾക്കാരോട് ആരോടെങ്കിലും 80,000 രൂപയാണ് ഗ്യാങ് ഹൗസിന് ചിലവ്,
അത്ര രൂപ തരണം എന്ന് പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അതും ലൈവിൽ വന്ന് കണ്ട് ആർക്കും പറയാം. പ്രൂഫ് വേണം, മനസ്സിലായോ? ചുമ്മാ പറയരുത്. ഞാൻ മേടിച്ച ആൾക്കാർ എന്ന് പറയണത് ഹബീബി ബ്രോ, ഷാറൂഖ് ബ്രോ, ദിൽഷാദ് ബ്രോ. അതിൽ ഷാറൂഖ് ബ്രോ 10K തന്നു. കാഫി ബ്രോ ആണ് ആദ്യം പൈസ തന്നത്. കാഫി ബ്രോ 10K തന്നു. ഷാറൂഖ് ബ്രോ 10K തന്നു. ഹബീബി ബ്രോ 6K തന്നു. ദിൽഷാദ് ബ്രോ 8K തന്നു. ഈ പറയപ്പെട്ട ആൾക്കാരോടൊക്കെ 80,000 എന്നോ അല്ലെങ്കിൽ എക്സാക്ട് ഗ്യാങ് ഹൗസിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഞാൻ പറയാതെ ഇരുന്നിക്കണമെന്നുള്ളത് ഓല് പറയണം. വേണ്ട, അതിപ്പോൾ ഓല് പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. അതാണ് അതിൻ്റെ ശരി. വെറുതെ വായ്ത്താളല്ല. എങ്ങനെയെങ്കിലും വന്നുകാണ്ട് ചുമ്മാ ലൈവ് ഇട്ടുകാണ്ട് പോണ പരിപാടി എനിക്ക് അതിന് പേഴ്സണലി താല്പര്യമല്ല. കുറച്ച് നേരം, വളരെ കുറച്ച് നേരം ടോപ്പിക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് RP പോവും, മനസ്സിലായോ? നമുക്ക് ഇതിന് താല്പര്യമല്ല. വെയിറ്റ് ചെയ്യ്. എല്ലാവർക്കും എല്ലാം തരാം. വെയിറ്റ് ചെയ്യ്. ഗ്യാങ് മുമ്പിച്ചു അല്ലേ? വെയിറ്റ് ചെയ്യ്. ആരും മെസ്സേജ് ഒന്നും അയക്കണ്ട എൻ്റെ ഫോണിക്ക്. ഇപ്പം എന്നെ പറഞ്ഞുതരാം. അയ്യോ, എന്തോ മിനിറ്റ്. ഇതെന്താ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കയറി തന്നെ? വേണ്ട, ഇതിൽ തന്നെ കിട്ടുമല്ലോ. വെയിറ്റ്. ഇതാണ് ഈ പറയപ്പെട്ട, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഇതാ ഞാൻ സ്റ്റാർ ടച്ച് ചെയ്യണം. ഇതാണ് ഹബീബി ബ്രോ. വോയിസ് കേട്ടോ. 9 മെയ്. ഹബീബി ബ്രോ, ഞാൻ മെസ്സേജ് അയച്ചത് ഒന്നും തോന്നില്ല. ഞങ്ങള് ഗ്യാങ് ഹൗസിന്റെ റിവ്യൂയിങ് ആണുള്ള ആളെ. അപ്പം അത് ഏകദേശം ഒരു 10-40 രൂപ ഗ്യാങ് ഹൗസിന് മൊത്തം 40 രൂപ ഉണ്ട്. ഓൾമോസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത്. 40 രൂപേൻ്റെ അടുത്ത്. ചെറിയൊരു ഫണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പം നമ്മൾ വിചാരിച്ചില്ലാറെ ഓവർ എമൗണ്ട് വരും എന്നുള്ള ഒരു സംഭവം വന്നിനു. 1.5 ഇട്ടാരാ നിങ്ങൾക്ക് ബോറിംഗ് വേണ്ട. ഓരോ വക സ്പോൺസർഷിപ്പ് തന്നിനു. അപ്പം കാഫി ബ്രോ 10 തന്നു, ഷാറൂഖ് ബ്രോ ഒരു 10 തന്നു, ദിൽഷാ ബ്രോ 8 തന്നു. അങ്ങനെ അതിന് ഏകദേശം ഒരു 10-12 രൂപയുടെ കമ്മി കൂടി ഉണ്ട്. അപ്പം ബ്രോക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ചെറിയ പേയ്മെന്റ് 2 5 എന്താ ഉള്ള വെച്ചാൽ ചെയ്യാൻ കഴിയുമോ? 2 5 അതാണ് ഞാൻ പറഞ്ഞത്. ആരും മെസ്സേജ് അയക്കല്ലേ. സെന്നെക്സ് ആരും അയക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കണ്ട. ഇതിൽ പല ചാറ്റും ഇനി വന്നുകൊണ്ട് പോകും. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിക്കണേ അപ്രോക്സിമേറ്റ്ലി എത്ര വരിക എന്നുള്ളത്. ഇനി പറയണത് ഷാറൂഖ് ബ്രോ. ഇതാ ഷാറൂഖ് ബ്രോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് കരുതിനോ, നമ്മളെ ഗ്യാങ് ഹൗസിൻ്റെ പണി തീർന്നിക്കണം, ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണം. അപ്പം ഞാൻ പേയ്മെൻറ്റ് ഒരു 40% കൂടി കൊടുക്കാണ്ട്. അതിൽ 40% ഗ്യാങ് ഹൗസിന് കാഫി ബ്രോ ഒരു 10,000 തന്നിനു. നമ്മൾ ദിൽഷാദ് ബ്രോ അല്ലേ ഒക്കെയല്ലേ, പുള്ളി ഇതേപോലെ ഒരു 8,000 തന്നിങ്ങനെ. അപ്പോൾ 30-35 രൂപ വരും മൊത്തം ഗ്യാങ് ഹൗസിന്. 30-35 രൂപ വരുന്നാണ് ഈ പറയപ്പെട്ട ഷാറൂഖ് ബ്രോനോട് പറഞ്ഞത്. ഇനി കാഫി ബ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഫി ബ്രോൻ്റെ ചാറ്റ് എടുത്ത് കാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക. ഞാനത് ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും 80,000 രൂപേൻ്റെ കണക്ക് പറഞ്ഞിക്കണോ, അത്ര രൂപ വരുമെന്ന് പറഞ്ഞിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാം. പിന്നെ അതിൽ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട താജ്മഹൽ പണിയിപ്പിക്കാൻ വേണ്ടിക്കാണ്ട് ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക, അപ്പാപ്പൻ, റൊസാരിയോ ഇവരെ കൊണ്ടൊക്കെ പൈസ ഞാൻ ചോദിച്ചിക്കണേ, ഇല്ല എന്ന് പറയണില്ല. ഇവരൊക്കെ തന്നു ചെയ്തിക്കണ്, ഞാനും ഇറക്കിക്കണ്. ഈ പറയുന്ന സാധനം ഇതിന് മാത്രമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് ഗ്യാങ് വണ്ടിക്ക്, ഇതേമാതിരി ഗ്യാങ് ഡ്രസ്സിന്, ഇതിനൊക്കെ വന്ന എക്സ്പെൻസുകൾ എത്ര, മന്ത്ലി പ്രീമിയം ഓടാൻ എത്ര, ഇതൊന്നും ഒരു മനുഷ്യൻ അന്വേഷിച്ചിട്ടില്ല. ഇതിൻ്റെ ബാക്കിൽ നിൽക്കലില്ല. ഞാൻ ഒറ്റയ്ക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിക്കാണ്ടാണ് ഈ ഗ്യാങ് ഫുള്ള് ഓട്ടിയെന്ന് ഞാൻ ഇന്നേ വരെ ഒരു ലൈവിലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിക്കണ് കഴിഞ്ഞ ലൈവിലോ അതിൻ്റെ മുമ്പ്, നമ്മൾ ഗ്യാങ് സ്പ്ലിറ്റായി കഴിഞ്ഞതിന് ശേഷം പോലും നമ്മളെ ലൈവിൽ പറഞ്ഞിക്കണ് ഈ ഗ്യാങ് ഹൗസിനും ഈ ഗ്യാങ് അസറ്റ്സിനൊക്കെ ഈ പറയുന്ന റൊസാരിയോൻ്റെയും അപ്പാപ്പൻ്റെയും ഒക്കെ പൈസ അതിലുണ്ട്. അപ്പം അവർക്ക് അതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ നമുക്കിത് തിരിച്ചു കൊടുക്കുക എന്ന് വരെ ഞാൻ ഓൾറെഡി ഓരോരുത്ത് പറഞ്ഞതാണ്. ഓൾറെഡി ഇതിൻ്റെ ലെവലിൽ ഞാൻ ഡിസ്കസ് ചെയ്ത സാധനമാണ്. പിന്നെ ഇന്നിപ്പോൾ കുറേ കുണ്ണാളെ വോയിസ് കേട്ടു രാവിലെ. കുണ്ണാൻ തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയാണ് ഈ ഇഷ്യൂ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഇത് ഒന്നും ഈ പറയുന്ന മാതിരി OC ആയിട്ടൊന്നും ഇത് പോവരുത്, മിണ്ടാതിരുന്ന് നമുക്ക് നമ്മളെ കാര്യങ്ങളായിട്ട് പോവാം, എല്ലാ രീതിക്കും
മര്യാദക്ക് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് പോവാ എന്നുള്ള രീതിക്ക് തന്നെയാണ് നിന്നിരുന്നത്. പക്ഷെ ഇന്നലെ ഉള്ള സംഭവത്തിൽ മാരിയൊക്കെ എന്നെ വിളിച്ചിട്ട് എടാ കുണ്ണേന്നൊക്കെ വിളിച്ചു. അത് എനിക്ക് സത്യം പറയാലോ, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവൻ്റെയൊക്കെ കുറച്ച് സാധനം ഉണ്ട്. ഇവൻ്റെയൊക്കെ കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഈ പറയുന്ന ഓസിയോ പറയൊന്നുമല്ല. ഇവൻ ഇപ്പം നിങ്ങളോടിപ്പം നേരത്തെ ലൈവിൽ എന്തോ പറഞ്ഞല്ലോ, എന്താണ് ഈ ഷെയ്ക്ക് ചെയ്യൂല, ഷെയ്ക്ക് ഏത് എക്സ്ട്രീം ലെവലിൽ പോകും എന്നുള്ളത് ഷെയ്ക്കിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ടല്ലോ. പോവും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഞാൻ എനിക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റാവുന്നതൊക്കെ ഞാൻ ബെസ്റ്റ് ആക്കും. അത് നിങ്ങൾക്ക് ഇന്നെ ശരിക്കും അറിയാത്തതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഉള്ളതാണ്. പക്ഷെ കുണ്ണില്ലായ്മ തന്നെ ഞാൻ ചെയ്യൂല, മനസ്സിലായോ? ഒപ്പം നിന്നുകൊണ്ട് ഊമ്പിച്ചിന പരിപാടി ആ സാധനം ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ വരെ ഒരാളെയും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഇതേമാതിരി നമ്മൾ നമുക്ക് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നുകാണ്ട് ഇങ്ങനെ ഓൻ കുണ്ണയാണെന്ന് ഇങ്ങനെ പറയേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഈ റൈവലറി ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയൊക്കെ പല കുണ്ണത്തിനും നമ്മൾ പറയും, ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ആരും പറയണ്ട. നമ്മളൊന്നും അത്ര വലിയ നന്മമരായാണ്ട് നിങ്ങൾ കാണും വേണ്ട. ഈ പറയുന്ന മാക്കും ഞാനും ഈവൻ ബിലാൽ തുടങ്ങി മാലിക് കുറുപ്പ് എല്ലാവരും ഈ പറയുന്ന ഈ ടി വിനും കെ വിനൊക്കെ എല്ലാവരും അത്യാവശ്യം ബി സിയിലിരുന്ന് അവരാധിച്ചൊക്കെ ചെയ്തേക്കണ്. കാരണം അത് ഞങ്ങളെ റൈവലറി ഗാങ്ങാ. അത് ഗെയിം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞേ. പിന്നെ ഓസി എന്തോ ഒരു പെണ്ണ് കേസ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ സാധനം കഴിഞ്ഞ പ്രാവശ്യം ഈഗിളിൻ്റെ വീട്ടിൽ, ഇതും പബ്ലിക്കിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഇപ്പം ഇനി ഇത്ര ആൾക്കാരില്ലേ, കേട്ടോ, ചുമ്മാ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അത് അമ്പി കളിക്കണമെന്നല്ല. ഈ പറയുന്ന SRR ഡിസ്മാൻഡ്ലിങ് ആയ ഒരു ദിവസത്തിലാണ് എൻ്റെ ബി സി കയറി വന്നുകൊണ്ട് എന്തോ ഒരു സാധനം പറഞ്ഞപ്പം ഇതേമാതിരി ഞാൻ അന്ന് എക്സലാൻഡിസിൻ്റെ ബി സി പോയി. ഈഗിൾ ഇതേമാതിരി നല്ല രീതിക്ക് എന്നെ ട്രിഗറാക്കി ഞാൻ ഇറങ്ങി പോന്നു. ആ ഇറങ്ങിയ പ്രഷറിൽ, കാരണം ആ സമയത്ത് എനിക്ക് ഈഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതി അതുവരെ ഞാൻ ഈഗിളിനൊന്നും ഞാൻ ലൈവിലൊന്നും പറയാനോ ഇതാക്കാനൊന്നും പോയിട്ടില്ല. ആ സമയത്ത് എനിക്ക് ഈഗിളിന് അത്രയും ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഈഗിൾ എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല രീതിക്ക് കൊണ്ടിട്ടാണ് ഞാൻ ആ വി സി വന്നിട്ട് അത്യാവശ്യം നന്നായി പറഞ്ഞേക്കണം, നല്ല അപരാധം പറഞ്ഞേക്കണം, ഇല്ല ഒന്നും പറയണില്ല. ആ സമയത്ത് ഇതേപോലെ ഞാൻ ചോദിച്ചു ചെയ്തേക്കണേ, ഇവന്മാരൊന്നും ഒന്നും സാധനമൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചതാണ്. എന്ന് ഞാൻ റിജക്റ്റ് ചെയ്യണമൊന്നുമില്ല. കാരണം ഈ സാധനം ഞാൻ ഓൾറെഡി ഈഗിളിനോട് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഈഗിളിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞേക്കണേ, ഈഗിളെ അന്നിങ്ങനെ ഈ ഓസി പെണ്ണ് വിഷയമൊക്കെ തപ്പിയിൽ ചിലപ്പോൾ ഞാൻ ചോദിച്ചിക്കണോ എന്നുള്ളത് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ട്, എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇതിനെന്താണെന്ന് വെച്ചാൽ ഇതിന് ഇവന്മാരുടെ അടുത്ത് തെളിവൊന്നുമില്ല. ഈ പറയണ മാരിൻ്റെയും ഈ പറയുന്ന ഒരാളുടെ തെളിവൊന്നുമില്ല. അപ്പോൾ ഇവന്മാർ ഇന്നലെ ഇരുന്ന് തെളിവുണ്ടാക്കുക. ഷെയ്ഖ് മാക്കിനൊക്കെ വിളിച്ചിട്ട് ഷെയ്ഖ് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഷെയ്ഖ് പറഞ്ഞിട്ട് തന്നെയല്ലേ നമ്മളത് ചെയ്തത്, ഷെയ്ഖല്ലേ ഇതിൻ്റെയൊക്കെ ബാക്കിൽ പറഞ്ഞിട്ടുണ്ടാവാം, മേ ബി. ഇനി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു പെണ്ണ് കേസ് ഉണ്ട് എന്നുള്ളത് ഞാൻ മലക്കല്ല, മനസ്സിലായോ? ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ദിവ്യം ആയിട്ട് എനിക്കിങ്ങനെ അറിയില്ല അവിടെ ഒരു പെണ്ണ് കേസ് ഉണ്ട്. അത് നീ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മാരി ഇങ്ങനെ ഒരു പെണ്ണ് കേസ് ഉണ്ട്, ഗോഡ് കൊമ്പനെ വിളിച്ചാൽ സാധനം കിട്ടും, ഗോഡ് കൊമ്പൻ്റെയും എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നെയാണ്, കിട്ടുമോ നോക്കിക്കോ. അതൊന്നും ലൈവിൽ വന്നാണ്ട് ഇങ്ങനെ ഇരുന്ന് കാട്ടാനല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കുറേ സംഭവങ്ങൾ RP ഈ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ബാക്കിൽ പേഴ്സണൽ കോളുകളിലൊക്കെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേമാതിരി എന്തെങ്കിലും ഒരു ഓസി നമ്മളെ കയ്യിലുണ്ട്, നമ്മളിവിടുന്ന് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മളടുത്ത് ഒരു ഓസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട് എന്നല്ലാതെ ഇന്നേ വരെ നമ്മളൊന്ന് ലൈവിൽ വന്നുകൊണ്ട് ഇതേവരെ ഒരു ഓസിയും സാധനം പറഞ്ഞിട്ടില്ല. ഇവനാണ് ഈ പറയുന്ന ഗോഡ് കൊമ്പൻ്റെയിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അതൊരൊറ്റ വട്ടമായിട്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത് ഈ പറയുന്ന മാരി തന്നെയാണ്, ഇവൻ തന്നെയാണ് അതിൻ്റെത്, മനസ്സിലായോ? അല്ലാതെ ഞാൻ ഒരാളെയും ഇരുന്നാണ്ട് ഇതേമാതിരി ഓസി കൊണ്ടുവന്നുകാണ്ട് ലൈവിലിരുന്നുകാണ്ട് നാറ്റിക്കണമെന്നൊന്നും ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈവിൽ. എടാ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൊട്ടനായില്ലടാ. ഞാൻ എന്താ ഒരാളെ കരിയർ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈഗിൾ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടൊരു പൊസിഷനിൽ നിന്നാണ്ട് സ്ട്രീം ചെയ്യാണ്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നുകാണ്ട് ഈഗിൾ സ്ട്രീം ചെയ്യുമ്പം ഞാൻ ഈഗിളിനെതിരെ ഇപ്പോൾ എന്തൊരു സാധനം കൊണ്ടുവന്നിട്ടാലും നിങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്ന അത്രയും ഓഡിയൻസ് എന്തിനാണെന്നുണ്ടെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈഗിളിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഈഗിളിനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കുകയാണെന്ന് കരുതി ഞാൻ പൊട്ടനായിങ്ങാണ്ട് ഞാൻ തൊലയുന്നല്ലാതെ എനിക്കെന്തേലും സംഭവിക്കുമോ, അഥവാ എനിക്കെന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടായിമെന്ന്, എനിക്ക് അവനെ ഊമ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സാധനം മാത്രമേ, പബ്ലിക്ക് ഒരു സാധനം കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ ഈ സാധനം എന്തായാലും ഞാൻ ചെയ്യൂല. അപ്പം ഇങ്ങനത്തെ ഈ പറയണ ഒപ്പം നിൽക്കുന്ന ആൾക്കാരതും അല്ലെങ്കിൽ ഓസി ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ പോക എന്നുള്ളതൊക്കെ ഫീഡ് ചെയ്ത് തന്നീനതൊക്കെ MRC നിന്നീന സമയത്ത് ഫീഡ് ചെയ്ത് തന്നീനൊക്കെ ഒമാരന്നെ. പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തിയപ്പം ഫ്ലഫിങ് ഗോഡൊക്കെ
തിരിച്ച് ഗ്യാങ്ങിൽ കയറുന്ന സമയത്ത് അവർ പറഞ്ഞതാണ് ഓസി ആയിട്ട് പോകരുത്. സ്പീഡോൻ്റെ ഇതേമാതിരി സ്പീഡോ അമ്പത്തൂരിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇന്നേ വരെ MRGൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പം RG7 തുടങ്ങാൻ പോകണം നമ്മളെ ലൈവിൽ നിന്നോ ഒരാളെ പറ്റി ഒരു ഓസിയും പറഞ്ഞിട്ടില്ല. അത് ചെയ്യരുത് എന്ന് നമ്മൾ തീർത്തും വിചാരിച്ചതുകൊണ്ടാണ് നമ്മൾ ആ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. നമുക്ക് ഇങ്ങനെ അല്ല ഇത് പോകേണ്ടതെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. നമുക്ക് ന്യൂ ടു RP ആണ്, ന്യൂ ടു കമ്മ്യൂണിറ്റിയാണ്, നമുക്ക് അറിയാത്ത കുറേ മിസ്റ്റേക്കുകൾ പറ്റിയിരിക്കുന്നത്. ആ മിസ്റ്റേക്ക് ഒന്നും ഇനി റിപ്പീറ്റ് ചെയ്യാനാവില്ല എന്ന് കരുതിയതുകൊണ്ട് തന്നെയാണ് ഇത് ഫുള്ളി വൈൻഡപ്പ് ചെയ്തത്. മനസ്സിലായോ? നമ്മളെന്തായാലും ആ സാധനത്തിൽ അങ്ങനത്തെ രീതിയിൽ പോകൂല. പിന്നെ ഇവനോട് എന്തോ ഞാൻ PC ചോദിച്ചു എന്ന് പറഞ്ഞത്, ആ സാധനം കാണിച്ചു തരാം. ഇതിൽ ആരും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ജെന്യൂനാണ്, ഇതൊന്നും ഒറിജിനൽ ആണെന്നൊന്നും കരുതണ്ട. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഈ എന്തോ ഒരു പെണ്ണ് കേസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതൊന്നും ഇല്ല, അതൊക്കെ ഫേക്കാണ്. കുറേ സാധനങ്ങൾ ഫേക്കാണ്. മനസ്സിലായോ? അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ അലിഗേഷൻസ് മാത്രമാണ്, ചുമ്മാ അലിഗേഷൻസ്. ഇതിൻ്റെ പേരിൽ ഇനി വെറുതെ ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട ആരെയും, TVNയോ KVN ഒന്നും ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട. എനിക്ക് ഇവരുടെ അടുത്തൊന്നും എനിക്കൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ ഒരു കാര്യമല്ല, ഈ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാനും ഞാൻ വിചാരിച്ചതല്ല. ഇതിപ്പോൾ ഇന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് മാരിൻ്റെ അടുത്ത് നിങ്ങൾ കാണണം. വെയിറ്റ് പ്രൂഫില്ലാതെ വന്നുകൊണ്ട് വെറുതെ ഇരുന്ന് കുണച്ച് പോണ പരിപാടി എനിക്കില്ല. ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ ദിവസം എന്ത് മരിച്ചേക്കെ VC വാ, എന്നെ ഈ മേലെ വിളിക്കരുത് പറഞ്ഞു ഞാൻ. നിൻ്റെയൊക്കെ നല്ലത് നോക്കിയൊക്കെ എന്നെ വേണം പറയാൻ. ചുമ്മാ ഇത് മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവനടുത്ത് ഞാൻ ആരടുത്ത് ഒന്നും റാംബോനോട് സംസാരിക്ക് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞല്ലാതെ വേറൊരു ഇഷ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തീർത്തും ആരടുത്തും ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങണതിൻ്റെ റീസൺ ഒന്നും പറയാതെ തന്നെയാണ് ഇറങ്ങിയത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവന് 12-ാം തീയതി 2:42 2:45 ഞാൻ മെസ്സേജ് നീ എന്താ വിളിക്കാഞ്ഞതെന്ന് ചോദിച്ചാണ്ട്. അഥവാ ഇവൻ ലാസ്റ്റ് ഇട്ട മെസ്സേജ് ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കുക, കാറിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വീട്ടിലെത്തിയിട്ട് പിന്നെന്താ വിളിക്കാഞ്ഞെന്നുള്ളത് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ ടൈം ഫ്രെയിം നോക്കണേ. ഇത് ചാറ്റ് ഡിലീറ്റ് ഒന്നല്ല, ഒരു ചാറ്റ് ഇതിൽ ഡിലീറ്റ് ആക്കിയിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് അയ്യോ സ്ക്രീനില്ലേ മൂവി വെയിറ്റ് ആ ഇതിൽ ഞാൻ എന്താ പറയുക അതത്രേ ഉള്ളൂ. മേലത്തെ ചാറ്റ് നോക്കേണ്ട ആവശ്യമില്ല. എന്താ വിളിക്കാഞ്ഞ് ചോദിച്ചു, അത് ടൈം ഫ്രെയിം നോക്കണേ. 2:42 ഞാൻ പറഞ്ഞത് എന്താ വിളിക്കാഞ്ഞത്. 3:57 അഥവാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ PC റിട്ടേൺ അയക്കണേന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ നടന്നു, അത് എനിക്ക് പറയാൻ താല്പര്യമില്ല. അത് ചാറ്റിലില്ല, അത് ഫോൺ കോൾ ആയിരുന്നു. അത് പേഴ്സണലി താല്പര്യമില്ല, ആർക്കും സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ല. സ്ക്രീൻ ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്, സ്ക്രീൻ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് അയക്കാം 2 ഡേയ്സ് ഡാറ്റ എല്ലാം മാറ്റാനുണ്ട് പറഞ്ഞു. ഓക്കെ ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, എടാ PC ഒന്ന് അയക്കണേ നാളെ. 1 വീക്ക് എടുക്കും ഷെയ്ക്ക്, ചേട്ടൻ ലാപ്പ് കൊണ്ട് പോയേക്കുക, IVക്ക് പോയേക്കുവാണ്, ഡാറ്റ മാറ്റിയിട്ടുമില്ല, അവൻ 1 വീക്ക് ആവും വരാൻ, ഡാറ്റ മാറ്റിയിട്ട് അയച്ചുതരാറുണ്ട്. 1 വീക്ക് നടക്കൂലടാ, ഇവിടെ അത് കൊടുത്തിട്ട് വേറെ PC എടുക്കാൻ അർജൻറ്റ് ആയതുകൊണ്ടാണ്. അഥവാ ഇപ്പം ഇവിടെ വേറെയുള്ള ആൾക്കാർക്ക് PC സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, അത് ഈ PCയും കൂടി കൊടുത്തിട്ട് വേണം കൊടുക്കാനെന്നാണ് വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് റിപ്ലൈ പിറ്റേ ദിവസം തരുന്നത്. എങ്ങനെയാണെങ്കിലും 1 വീക്ക് ടൈം വേണം ഷെയ്ക്കെ, വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ ആയിരുന്നു. 5 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് അയച്ചു, ഡേറ്റ് നോക്കിക്കോട്ടോ, 15-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതി ഡേറ്റ്, PC എന്തായി വെച്ചു. ഞാൻ എന്നിട്ട് ഇവൻ്റെ ഒരു നല്ലതിനും വേണ്ടിയിട്ട് പറഞ്ഞു, മാരി ഒരു കാര്യം പറയാണ്ട്, നീ എങ്ങനെ വേണമെങ്കിലും എടുത്തോ, നന്മക്കുണ്ണാവാൻ നോക്കുന്നൊന്നുമല്ല, അനാവശ്യ വള്ളികളിലൊന്നും നീ പോയി പെടാൻ നിൽക്കരുത്. ഇത് ഓൻ്റെ നല്ലത് ആലോചിച്ച് മാത്രം ഞാൻ പറഞ്ഞതാ, അല്ലാതെ അതിൽ വേറെ ഒരു നെഗോ ഒന്നുമില്ല. ഇല്ല ഷെയ്ക്ക് അങ്ങനൊന്നുമില്ല, ഞാൻ ഒരു PC ബിൽഡാക്കാൻ കൊടുത്തിന്, അത് കിട്ടാനുള്ള താമസം. ഏത് PC ആണോ ഒരു രാജുഭായി സെറ്റാക്കി തരുന്നതാണ്, സ്പെക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞത് അനാവശ്യ വള്ളികളിൽ പോയി വരാൻ നിൽക്കരുതെന്ന് പറഞ്ഞാൽ അത് മറക്കണ്ടായിരുന്നു, ഒരിക്കലും ഇല്ലായിരുന്നു. അതിന് വേറെ കഥ ഉണ്ട് കേട്ടോ, ഇനി അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ 20-ാം തീയതി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്, എടാ PC എന്താ അർജൻറ്റാണ്, അത് കൊടുത്തിട്ട് വേണം ഇവന്മാരുടെ PC റെഡിയാക്കാൻ, അർജൻറ്റാണ്, നീ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തതാ, നിൻ്റെ ഓൾഡ് ലാപ്പ് ഇല്ലേന്ന് ചോദിച്ചപ്പം ഞാൻ പുതിയ PC ഞാൻ കൊടുത്തില്ല, അതെങ്ങനെ വലിയ 2 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. അത് പിന്നെ സംസാരിച്ച് 1.5 ആഴ്ച ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും 1.5 ആഴ്ച കഴിക്കാൻ പറ്റത്തുള്ളൂ, കാരണം അത് അവർ ചെയ്ത് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ, വേറെ ഇതൊന്നും ഇല്ല. ലാപ്പാണെങ്കിൽ ചേട്ടൻ്റെ ഇരിക്കുക, കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും 1.5 ആഴ്ച കഴിഞ്ഞ് അയക്കാൻ പറ്റത്തുള്ളൂ. 1.5 ആഴ്ച കഴിഞ്ഞ് അയക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ PC ആണ്, അത് ഇവന് കളിച്ചോട്ടെ എന്ന് കരുതിക്കാണ്ട് കൊടുത്തതാ, മനസ്സിലായില്ലേ? ഇവൻ എങ്ങനെയും കളിച്ചുകാണ്ട് സെറ്റ് ആവട്ടെ, അവന് PC ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിച്ച് റെഡി ആയിക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് കൊടുത്തതാ.
എടാ അങ്ങനെ പറയല്ലേ, ഈ വീക്കെൻഡ് ആകുമ്പോത്തിന് വേണം. നീ 2-3 ഡേയ്സ് എന്നല്ലേ പറഞ്ഞത്. അഥവാ 11-ാം തീയതി പറഞ്ഞിട്ട്, അല്ല 11-ാം തീയതി 12-ാം തീയതി പറഞ്ഞിട്ട് 1 വീക്കും 10 ദിവസവും 12 ദിവസവും കഴിഞ്ഞ്, മനസ്സിലായോ? നീ 2-3 ദിവസം അല്ലേ പറഞ്ഞു വെച്ചിട്ട്, ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ 10 ഡേയ്സ് ആയി ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ വിട്ട പൈസ ശരിക്കും എങ്ങനെ വല്ലൊരു ഇനിയൊരു 10 ദിവസം എടുക്കും. കാരണം ഇനിയും 10 ദിവസം. അറിയല്ലേ, ഞാൻ എനിക്ക് ഏത് ഉപയോഗിക്കണം തിങ്കളാഴ്ച വേറെ കഴിഞ്ഞ് പുതിയ പിന്നെയും 10 പി സി ദിവസം വേണം. എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലാപ്പ് ചേട്ടന് കൊടുക്കുകയും ചെയ്തു. അപ്പം വേറെ ഉപയോഗിക്കണമെന്ന് എൻ്റെ ഇല്ല. അപ്പം എന്തായാലും ആ മറ്റേ പുതിയ പി സി വരും, 10 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ അത് വന്നാലേ പറ്റത്തുള്ളൂ. അതുവരെ എങ്ങനെയും വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ ചോദിക്കാൻ, വേറെ വഴിയില്ല. എൻ്റെ പി സിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്താ ചെയ്യാ, ഇഷ്യൂ ഇല്ല. ഞാൻ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ കരുതി ഞാൻ വിട്ടതാ. എനിക്കതൊന്നും ഇഷ്യൂ ഇല്ലായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് എന്നെ കുണ്ണേന്ന് നീ വിളിച്ചു, മനസ്സിലായ മാരി? നീ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനെടുത്തൊരു കാര്യം പറഞ്ഞ, ഈകള് ഇതേപോലെ 1 മണിക്കൂറോളം നിന്റെ പ്രൂഫ് അടക്കം ലൈവിലിരുന്ന് കാണിച്ചു കൊടുത്ത് ഈകള് നീ ഹാക്കിട്ട് കളിച്ചിക്കണ് തൊലിച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എക്സലാൻഡീസിൽ ബാന് കിട്ടാത്തത് അത് വാലിഡ് പ്രൂഫ് അല്ലാത്തതുകൊണ്ടല്ല. ഞാൻ എന്നൊരാളാ എമർജിൻ്റെ അകത്തുണ്ടായതുകൊണ്ട് ഞാൻ ബ്രാവോനോട് കയ്യും കാലും പിടിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കല്ലേ എന്നുള്ളൊരു സംഭവം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ആ ഗ്യാങ്ങിൻ്റെ അകത്ത് കളിച്ചത്. അത് നിനക്ക് ഓർമ്മ ഉണ്ടായാൽ നിനക്ക് നന്ന്. ഇനി ഈ പറയുന്ന പോലെ ഗ്യാങ് സ്പ്ലിറ്റായ സമയത്തും മാരി എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞപ്പം ബ്രാവോ തന്നെ പറഞ്ഞതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാരിൻ്റെ ഹാക്കിൻ്റെ കേസ് ബാൻ അടിച്ച് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരിക്കണം ബ്രാവോനോട്, കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ ബ്രാവോ, ചുമ്മാ ഒരു പ്രശ്നത്തിന് പോകണ്ട, അവൻ കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രാവോ വന്ന് ബ്രാവോൻ്റെ ലെവൽ പറഞ്ഞോളും. അത് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തും നീ എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിനക്കറിയാം. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ മാരി. ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിൻ്റെ കാര്യങ്ങൾ നല്ല രീതിക്ക് ആവണം എന്ന് കരുതിയിട്ട് മാത്രമേ ഞാൻ എല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഊമ്പിയ പരിപാടി ഉണ്ടല്ലോ, നിനക്ക് എന്താന്ന് വെച്ചാൽ ഈ ഒരു 4 ആളെ സർക്കിളിൽ കിട്ടുമ്പം പൊന്തും, അവിടെയാണ് എനിക്ക് പേക്കണത്. ഈ ചരടുണ്ടല്ലോ, നിന്റെ ചരട് ആരാ വലിച്ചെന്ന് വെച്ചാൽ ഓലപ്പ അങ്ങ് പോവും. അതാണ് എൻ്റെ കേസ്. പ്രശ്നം അതാണ്. കുറച്ചു നേരം ഞാൻ വലിക്കുകയാണെങ്കിൽ ജിൻ്റെ കൂടെ പോരും, കുറച്ചു നേരം ഇനി വേറെ ആരെങ്കിലും വലിച്ചാൽ ഓല ബാക്കിൽ അങ്ങ് പോവും. അത് മാറ്റിയ എൻ്റെ ലൈഫിൽ എനക്ക് നല്ലത്. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ ഇന്നലെ പിന്നെ ഇനി കുണ്ണേന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏത് വള്ളപ്പുറത്തേക്കാരെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിൻ്റെ ഈ പറഞ്ഞ പോലെ ബാനും ആണെന്നുണ്ടെങ്കിൽ ബ്രാവോ ബാനായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാനായിങ്ങാണ്ട് തന്നെ എനിക്ക് അവിടെ എക്സലാൻഡീസിൽ അടിച്ചു കിട്ടും. അതെനിക്ക് ഇപ്പോൾ 250% ഉറപ്പ് വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, മനസ്സിലായോ? പിന്നെ തലപതിൻ്റെ കേസ് ഈ പറയണേ, ഇന്നിപ്പോൾ രാജുഭായിൻ്റെ കോൺട്രവേഴ്സിയിൽ ഐ ആം ഗോയിങ് ടു ജോയിൻ ദ കോൺട്രവേഴ്സി, എനിക്ക് എതിരെ ഉള്ളതിനെല്ലാം ഞാൻ പറയും എന്ന് കുറിപ്പ് പറഞ്ഞപ്പോഴും വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം OC ആയിട്ട് പോകാൻ ഇപ്പോഴും നമ്മൾ ഒരാൾ OC ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഒരാൾ OC ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ ഇവർ ഈ അലിഗേഷൻസിനുള്ള പ്രൂഫാണ് ഈ കാണിച്ചു തരുന്നത്, അത്രേ ഉള്ളൂ. ഈ തലപതിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് ചെയ്യുക, അത് ഇതിപ്പോൾ ഇങ്ങനെ ബാക്ക് അടിച്ചാൽ കാണിച്ച തലപതിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. തലപതി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് മാഫിയയിലുള്ള, മണ്ണാർക്കാട്ടത്തെ കണക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്ലെയറിനെ എന്താ പറയുക, ഈ രാജുഭായ് അങ്ങോട്ട് വിളിച്ചു VHക്ക് രാജുഭായ് വിളിച്ചപ്പം തലപതി എന്ന് പറഞ്ഞ പ്ലെയർ അലക്സിനോട് പറഞ്ഞു, ഇങ്ങനെ രാജുഭായ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എനിക്ക് ഈ ഗ്യാങ്ങിൽ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളത് അലക്സിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു എന്നാണ് അലക്സ് എന്നോട് പറഞ്ഞത്. ഇതിൻ്റെ ഒന്നും പ്രൂഫോ കാര്യമൊന്നും എൻ്റെ അടുത്തില്ല. അലക്സിനോട് ചോദിക്കേണ്ടി വരും, അലക്സിൻ്റെ അടുത്ത് ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. അലക്സ് എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു, ക്വാർട്ടറിന് ശേഷം പിന്നെ ഒരു തമിഴ് പ്ലെയർ നമ്മളെ ഗ്യാങ്ങിൽ കളിക്കണ്ടെന്ന്, MRGയിൽ നമ്മൾ കളിക്കണ്ടെന്ന് ഓൾറെഡി വിചാരിച്ചതായിരുന്നു. അതുകൊണ്ട് ഈ തലപതിൻ്റെ കേസ് പറഞ്ഞു വരുമ്പോഴൊക്കെ ഞാൻ വേണ്ട തമിഴ് പ്ലേയേഴ്സ് വേണ്ട എന്നാണ് ഞാൻ കംപ്ലീറ്റ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് അലക്സ് എന്നോട് പറഞ്ഞു, അവൻ അവിടുന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ അവൻ ഇവിടെ കയറാനാണ് ഇൻട്രസ്റ്റ്, ശരിക്കും നല്ല പ്ലെയറാണ്. ഞാൻ TDM ഇതേമാതിരി 1v1 കളിച്ചിട്ടുള്ളതിൽ വെച്ച് ആകെ ഈ പറഞ്ഞ പോലെ ടൈ ആയി നിന്നത്, അഥവാ TDMൽ 1v1 അലക്സ് കളിച്ചിട്ട് ടൈ ആയി നിന്ന ഒരേ ഒരു പ്ലെയർ അത് തലപതി മാത്രമാണ്. നന്നായി കളിക്കും എന്നുള്ള രീതിക്ക് അലക്സ് പറഞ്ഞതുകൊണ്ടാണ് എന്നാൽ ഹോൾഡ് നോക്കാം എന്നുള്ളത് പറഞ്ഞത്. അല്ലാതെ VHൽ കയറുന്നുണ്ടെങ്കിൽ VHൽ കയറാൻ സമ്മതിക്കരുത്, തലപതിനെ ഇവിടെ എടുക്കണം, VH അങ്ങാനും പൊന്തിയാലോ, VH വളരാൻ സമ്മതിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഒരു കുണ്ണാളോടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ,
മനസ്സിലായോ? അവിടെ ഏത് പ്ലെയറിനെ എടുത്താലും എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. അവിടുത്തെ കാര്യത്തിനെ പറ്റി ഇടപെടാനും ഞാൻ വന്നിട്ടില്ല. ഒരാളേറ്റും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഒന്നും ഞാൻ വന്നിട്ടില്ല. കാരണം എനിക്ക് ഇന്ന് ഈ ഗ്യാങ്ങിൽ ഇഷ്ടം പോലെ നല്ല പ്ലേയേഴ്സിനെ എനിക്ക് കിട്ടാണ്ട്, ഇഷ്ടം പോലെ. ഞാൻ വിളിക്കും കൂടി വേണ്ട, വിളിക്കാതെ തന്നെ വരാൻ നിൽക്കണ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് എനിക്കുണ്ട്. DM കാണിച്ചു തരണോ ഇൻസ്റ്റഗ്രാം? അവിടെ പ്ലേയേഴ്സിനെ ചിലപ്പോൾ കിട്ടാൻ റിസ്ക് ഉണ്ടാവും. ഇവിടെ എന്തായാലും അതില്ല, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന തലപതി എന്ന് പറയുന്ന പ്ലെയർ മാഫിയയിൽ കളിച്ച പ്ലെയറാണ്. ഈ മാഫിയയിൽ കളിച്ച പ്ലെയർ ഇതേപോലെ എന്താ പറയുക, തലപതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രാജുഭായിൻ്റെ ഒക്കെ വിചാരം എന്താ വെച്ചാൽ ഞാൻ അവിടെ കയറാൻ നോക്കിയതുകൊണ്ട് തലപതിനെ കൊളാക്കി എന്നാണ് രാജുഭായിൻ്റെ വിചാരം. ഇതല്ല എന്ന് ഞാൻ പലവട്ടം ഞാൻ രാജുഭായിനോട് പറഞ്ഞതാണ്. എന്നിട്ട് രാജുഭായി അത് വിശ്വസിച്ചിട്ടില്ല. ഇപ്പം എന്താ വെച്ചാൽ തലപതി പോകുന്നതുകൊണ്ട് മാഫിയെന്ന് ഏതോ വേറെ 3 പ്ലെയറിനെ, പ്ലെയർ ഏതാന്ന് പോലും എനിക്കറിയില്ല, ആ 3 പ്ലെയറിനെ അവിടെ കയറ്റാൻ പോലും നോക്കി. ആദ്യം ആ പ്ലേയേഴ്സ് എന്താണെന്ന് വെച്ചാൽ അവിടെ കയറാമെന്ന് പറഞ്ഞു. ഈ പറയുന്ന VH ഈ എന്താ പറയുക, VH ഈ പറയുന്ന ഇതിത്തെ മാഫിയത്ത് 3 പ്ലേയേഴ്സ് കയറാമെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്ലേയേഴ്സ് പിന്നെ കയറിയതുമില്ല. അപ്പോഴും രാജുഭായിൻ്റെ വിചാരം ഷെയ്ഖ് തലപതിനെ കൊണ്ട് ഈ 3 പ്ലേയേഴ്സിനെ ഇവിടെ കയറാൻ സമ്മതിച്ചില്ല, ഷെയ്ഖ് ഒരു കുണ്ണയാണ്. അതാണ് രാജുഭായിൻ്റെ വിചാരം. ഈ 3 പ്ലെയർ ആരാന്ന് പോലും എനിക്കറിയില്ല, മനസ്സിലായ? അപ്പോഴാണ് ഈ സംഭവം നടന്ന സമയത്ത് കുറുപ്പാണ് ഈ തലപതിനെ കൈകാര്യം ചെയ്തത്. അപ്പം കുറുപ്പ് ഇതിൽ ചോദിക്കുന്നുണ്ട്, ഇതാ ലൈക്ക് ദേ വേർ ടെല്ലിങ് യു വേർ ഹോൾഡിങ് സം പ്ലേയേഴ്സ് ഫ്രം മാഫിയ, ഐ ഡോണ്ട് നോ ദ പ്രോപ്പർ നെയിംസ്. തലപതി എടാ കുണ്ണാളെ മെസ്സേജ് തലപതി ടോൾഡ് ടു ഹോൾഡ് സംതിങ് ലൈക്ക് ദാറ്റ്. വി ഹാവ് ടു ടെൽ ആൻഡ് ക്ലിയർ തിങ്സ് വിത്ത് രാജുഭായ്. വി കാണ്ട് ലെറ്റ് ഗോ തിങ്സ് ഓൺ OC എന്നുള്ളത് കുറുപ്പ് പ്രത്യേകിച്ച് പറയണേ. ഹി വാസ് ടെല്ലിങ് ടുമോറോ ഹി വിൽ കം ലൈവ് ആൻഡ് ടെൽ സംതിങ് അബൌട്ട് ദിസ് ആൻഡ് ഷെയ്ഖ് ഈസ് ബിഹൈൻഡ് ഓഫ് ആൾ ഓഫ് ദിസ്. ഹി ഈസ് ടെല്ലിങ് ദാറ്റ്. അഥവാ രാജുഭായ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാണ് തലപതിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ തലപതി പറഞ്ഞ മെസ്സേജാണ്, രാജുഭായ് ഇൻവൈറ്റഡ് സം ഓഫ് ദം ഫ്രം മാഫിയ. ഐ ഡോണ്ട് ഈവൻ ടെൽ എനിവൺ നോട്ട് ടു ഗോ ഓർ ഡോണ്ട് പ്ലേ ഓൺ ദാറ്റ് ഗാങ്. ഐ ആം മെമ്പർ ഫ്രം മാഫിയ. ലീഡർ ഈസ് ജോയ് ബ്രോ, സോ ഹീ ക്യാൻ ടേക്ക് ദ ഡിസിഷൻസ് എന്നാണ് പറഞ്ഞത്. അഥവാ ജോയി ആണ് അവിടെ ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന പോലെ പ്ലേയേഴ്സ് ഒന്നല്ല. അപ്പം കുറിപ്പ് ചോദിക്കുന്നുണ്ട്, ആസ് എനിവൺ ഫ്രം അവർ സൈഡ് ടോൾഡ് ടു ഹോൾഡ് അതേഴ്സ് ഓർ ടോൾഡ് യു ടു കം ആൻഡ് പ്ലേ ഹിയർ. അഥവാ നമ്മളെ ഗ്യാങ്ങിൽ കളിക്കണം എന്നുള്ളത് ഓൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചിക്കണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. യു ആർ ഇൻട്രസ്റ്റഡ് റൈറ്റ് എന്ന് വെച്ചപ്പം അവൻ തന്നെ പറഞ്ഞു, നോ വൺ ടോൾഡ് മീ ടു ഹോൾഡ് എനി പ്ലെയർ ആൻഡ് ഐ ഗോട്ട് ഇൻവൈറ്റ് ഫ്രം ബോത്ത് ദ ഗ്യാങ് ആൻഡ് ഐ ഹാഡ് ഇൻട്രസ്റ്റ് ടു ജോയിൻ ഷെയ്ഖ് ബ്രോ ഗ്യാങ്, ദാറ്റ്സ് ഇറ്റ്. അഥവാ അത് അവൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അഥവാ തലപതി എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് ഈ ഗ്യാങ്ങിൽ കളിക്കണം എന്നുള്ളത്. അതേപോലെ ബാക്കി 3 മാഫിയ എന്ന് പറയുന്ന ആ ഗ്യാങ്ങിലുള്ള 3 പ്ലേയേഴ്സിൻ്റെ ചോയ്സാണ് അവിടെ കളിക്കണ്ട എന്നുള്ളത്. അത് അവിടെ കളിപ്പിക്കാൻ പറ്റാത്തത് അത് നിങ്ങളെ മോശത്തരം, മനസ്സിലായോ? അല്ലാതെ അത് നിങ്ങളെ കൈവേട്, അല്ലാതെ അത് ഇൻ്റെ മണ്ടക്ക് വെക്കാൻ നിൽക്കണ്ട. എന്തോ പപ്പടം ഞാൻ എന്തിനാ വിളിച്ചണേ? അപ്പോൾ അതിലും ഞാൻ എല്ലാത്തിലും ഞാൻ എന്തിനാ ഇന്നെ കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ ഇതിൻ്റെ ഒന്നും ഭാഗമാവാനോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഏത് പ്ലെയറിനെ എടുത്താലോ എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ല. നിങ്ങൾ ഈ പറയുന്ന 1 by 1 ഓരോരുത്തരും ഞാൻ ഹെൽപ്പ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ആ ഗ്യാങ്ങിൽ നിന്ന സമയത്ത് നിങ്ങൾ കുറേ പറഞ്ഞല്ലോടാ, ഞാനെന്താ പുതിയ പ്ലേയേഴ്സിനെ കിട്ടുമ്പോൾ പഴയ ആൾക്കാരൊക്കെ മറന്ന് പഴയ ആൾക്കാരൊക്കെ തുള്ളിയിട്ട് പുതിയ പ്ലേയേഴ്സിൻ്റെ കൂടെയാണെന്നുള്ളത്. ഒരു ഗ്യാങ്ങിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പുതിയ മെമ്പേഴ്സ് വരുമ്പോൾ അവരായിട്ട് മിങ്കിളാവലും അവരായിട്ട് നല്ല രീതിക്ക് പോകേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരെ സിങ്കാക്കി എടുക്കണം എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ സമയത്ത് നിങ്ങൾ പഴയ ആൾക്കാർ മറന്നതല്ല, പുതിയ ആൾക്കാരോട് മിങ്കിളാവുക എന്നുള്ളത് എൻ്റെ ചോയ്സ് ഉള്ളൂ. അല്ലാതെ അപ്പോഴത്തിന് നിങ്ങളെ പഴയ ആൾക്കാരെ വേണ്ട, അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തന്നതൊക്കെ നിങ്ങൾ അപ്പോഴത്തിന് മറന്നു. ഞാൻ പറയാം, ഇതിൽ എനിക്ക് കുറേ കാര്യങ്ങളായിട്ട് OC ആയിട്ട് പോകാനോ ഇതായിട്ട് പോകാനോ ഒന്നും താല്പര്യമില്ല. ഇത് ആ സ്റ്റീവിൻ്റെ നമ്പറാ, അത് സ്റ്റീവ് ഡബിൾ കണ്ട. ഇവന്മാരെന്തിനാടാ ഇങ്ങനെ വെയിറ്റ് എനിക്ക് OC ആയിങ്ങാണ്ട് പോകാനോ ഒന്നിനോ താല്പര്യമില്ല. ഇവന്മാർ ഈ OC ആയിട്ട് പോവും. ഈ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും സംഭവം നടന്നത് ഈ പറയുന്ന ഈ ചാറ്റ് അടക്കം തലപതിൻ്റെ ഈ കേസ് അടക്കം ഇന്നലെ രാജുഭായിക്ക് അയച്ചു കൊടുത്ത് കാര്യം പറഞ്ഞതാണ് കുറിപ്പ്. നമ്മൾ ഇതിൻ്റെ ബാക്കിലില്ല, നിങ്ങൾ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ട, വെറുതെ ഇതിൻ്റെ ബാക്കിൽ പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഇത് വിശ്വസിക്കാതെ OC ആയിട്ട് തന്നെ പോകണം എന്ന് വിചാരിച്ച് നിൽക്കണം. ഇവന്മാരുടെ അടുത്തൊന്നും എനിക്ക് ഒന്നും പറയാനല്ല, മനസ്സിലായോ? വിളിച്ചിട്ട് ഇന്നലെ മാക്കിനെയും അതേമാതിരി മാലിക്കിനൊക്കെ ഭയങ്കര പേടിപ്പിക്കലായിരുന്നു, ഭയങ്കര പേടിപ്പിക്കൽ. എന്തെല്ലാം ഉണ്ട്, എടുത്തിട്ട് പൊട്ടിക്കും, റാമ്പ് വരുമ്പോൾ അതാക്കും ഇതാക്കും. എടാ ഈ പറയുന്ന ഷമീറും തൊപ്പിയും ഇപ്പോൾ കഴിഞ്ഞ ആ റീസെൻ്റ് ഇഷ്യൂസിൽ വന്ന ഈ ഒരു ഇതേപോലത്തെ ഒരു സംഭവം ആയിങ്ങാണ്ട്
നമ്മൾ മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ഓസി പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞത്. അവിടെ നിന്നോമാരാണേലും ഇവിടെ നിന്നോമാരാണെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് എല്ലാവരും ഒരുമിച്ചായിരുന്നു. അത്യാവശ്യം കുണ്ണത്തര എല്ലാവരും ചെയ്തിക്കണേ. ഈ പറയണ പോലെ എൻ്റെ പേരിൽ അലിഗേഷൻസ് അല്ലാതെ എന്തെങ്കിലും ഒരു പ്രൂഫ് നീയൊക്കെ കൊണ്ടുപോവാ, മനസ്സിലായോ? പ്രൂഫ്. ഈ പറയണ ഞാൻ എൻ്റെ സ്ട്രീമിംഗ് കരിയർ തുടങ്ങിയിട്ട് ആകെ 1 വർഷമായിട്ടുള്ളൂ. ഈ 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഈ പറയണ വി സി ഇരുന്നുകാണ്ട് എന്തെങ്കിലും അപരാധങ്ങളോ അല്ലെങ്കിൽ വി സി ഇരുന്നുകാണ്ട് എന്തെങ്കിലും കുണ്ണത്തരോ പറയണതല്ലാതെ എന്തെങ്കിലും എന്താ പറയുക പെണ്ണ് കേസോ അല്ലെങ്കിൽ ഈ പറയണ പോലെ എന്താ പറയുക എക്സ്ലാൻഡിസിൽ തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി, എക്സ്ലാൻഡിസ് എന്ന് പറഞ്ഞ സെർവറിൽ നല്ല RP കമ്മ്യൂണിറ്റിയിൽ തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഞാൻ മോശമായിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് മെസ്സേജ് അയക്കുക ചെയ്തതിൻ്റെ ഒരു പ്രൂഫ് കൊണ്ടുവന്നാൽ അന്ന് ഈ പരിപാടി ചെയ്ക്ക് നിർത്തി പോകും, മനസ്സിലായോ? ചെയ്തിക്കണം നമ്മളെ, അഥവാ ഈ സാധനമല്ല, നമ്മളൊക്കെ നമ്മളെ ആയ പ്രായത്തിൽ അത്യാവശ്യം നല്ല കുണ്ണില്ലായ്മത്തിന് ചെയ്തിക്കണം ഇഷ്ടം പോലെ. നമ്മളൊരു ഒരു പർട്ടിക്കുലർ ടൈം ആയപ്പോൾ നമ്മളിതൊക്കെ വിട്ട് നമ്മളെ സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ആറാമ്പറപ്പും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് അടിച്ചണ്ട. ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അമ്പാനെ നീയൊന്നും അധികം പൊന്തണ്ട, മനസ്സിലായോ? എനിക്ക് അതൊക്കെ വെറുതെ വലിച്ചെടുത്ത് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. നീ ഇന്ന് ഗ്രൂപ്പിൽ രാവിലെ വിട്ടൊരു വോയിസ് കേട്ട്, എന്തറിയോ? പൈസൻ്റെ കേസിൽ നിൻ്റെ ഈ പറയണ, ഞാൻ കണക്ക് പറയണല്ല, എനിക്ക് എമൗണ്ട് ചെറിയ എമൗണ്ട് തന്നെ ഉള്ളൂ അപ്പോൾ ഓക്കെ. ഈ പറയണ നിൻ്റെ അടക്കം എന്തോ ഒരു അച്ഛൻ്റെ ഹോസ്പിറ്റൽ കേസിന് പേയ്മെൻറ്റ് ഞാൻ തന്നിക്കണ്, മാരിക്ക് ഹെൽപ്പ് ചെയ്തതാണ്. ഈ പറയണ രാജുഭായ് കളിച്ചിന കീബോർഡ് എൻ്റെതാണ്, ഞാൻ വാങ്ങി തന്നതാണ്. എൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങി തന്നതാണ്. ഇങ്ങനെ തുടങ്ങി അതിൻ്റെ അകത്ത് എല്ലാവർക്കും എല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിക്കണ്, ഇല്ലയെന്ന് പറയരുത്. ചെയ്തു തന്നത് ഒരു സമയമാകുമ്പോൾ മറന്നുകാണ്ട് കുണ്ണത്തരം വിളിച്ച് പറഞ്ഞ് ബാക്കിൽ നിന്ന് കുത്തണം എന്ന് തോന്നണ ഇവന്മാരുടെ അടുത്തൊന്നും എനിക്കൊന്നും പറയല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഓസി ആയിട്ട് വരേ എന്തായിട്ട് വരേ എന്ത് വേണേലും ചെയ്തോ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പേഴ്സണലി ഞങ്ങൾക്ക് ആർക്കും താല്പര്യമല്ല, മനസ്സിലായോ? വെറുതെ ഞാൻ നല്ല രീതിക്ക് ഒരു ഗ്യാങ് തുടങ്ങി നല്ല രീതിക്ക് RG7 എന്നുള്ളൊരു ഓർഗായാണ്ട് മുന്നോട്ട് പോകണം എന്ന് കരുതുന്ന ഒരാളാണ്. അതിൽ ഈ പറയണ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. വേറെ ഒരുത്തുണ്ട് മിസ്റ്റിക് ബ്രോ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ബ്രോൻ്റെ അടുത്ത് ഹെയ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് പോലും ബ്രോ ഇന്ന് ഒരു ചാറ്റ് ഇട്ട് കണ്ടു, എന്താ അംബി കിങ് എന്തോ ലൈക്ക് സംതിങ് വാട്ട് എവർ. മേ ബി ബ്രോ മാക്കിൻ്റെ മോഡറേറ്റർ ആയിക്കാരം, ഇൻ്റെതല്ല. അപ്പം മാക്കുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്കുമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുക. എൻ്റെ മോഡ്സിനൊക്കെ ഞാൻ ഇവിടെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മന്ത്ലി കിട്ടുന്ന ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ 20% അഥവാ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന 20% ഞാൻ ഈ പറയുന്ന എൻ്റെ മോഡ്സിന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവന്മാരെ കൊണ്ടുപോകണം. ഞാൻ വളരുമ്പം അവരും വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോരുത്തര കാലം കൊണ്ടുവരുന്നത്. അത് ഞാൻ മാറി കിക്ക് പോകുന്നപ്പം ഇവർക്കൊക്കെ പേയ്മെൻറ്റ് സാലറി ആക്കി റെക്കന് കാര്യങ്ങൾക്കൊക്കെ ഞാനത് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളെ പർട്ടിക്കുലർ എന്താ പറയുക സ്ട്രീമേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന മോഡ്സായി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് സോർട്ട് ഔട്ട് ചെയ്യും. വെറുതെ അറിയാത്ത കേസിന് എൻ്റെ ഒന്നും എന്തറിഞ്ഞിട്ടാ ബ്രോ അവിടെ പോയാണ്ട് എന്തെങ്കിലും പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. ഈ പറയുന്ന മിസ്റ്റേക്കിൻ്റെ ഒക്കെ പല കേസിനും ഞാൻ രാത്രി 2 മണി 3 മണിയൊക്കെ സമയത്ത് പല ആൾക്കാർക്കും വിളിച്ചുകൊണ്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ ഇരുന്നുണ്ട്. അതൊന്നും മറക്കാൻ നിൽക്കരുത്, എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ കാഫി ബ്രോ ഈ പറഞ്ഞ പോലെ വേറെയും കുറേയൊക്കെ ഇഷ്യൂസ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കറിയാം. ഞാൻ ഈ കാര്യത്തിലൊന്നും ഇടപെടാനൊന്നും വരാത്തതുകൊണ്ട് കാഫി ബ്രോൻ്റെ കേസിലൊന്നും ഞാൻ വല്ലാതെ പിന്നെ ലാസ്റ്റ് ടൈമിലൊന്നും കാഫി ബ്രോ നമുക്കൊരു സമയത്ത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു. പുള്ളിനെ ഡ്രാഗ് ചെയ്യണമെന്നല്ല, പുള്ളി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളെ പറ്റി മോശമായിട്ടോ ഇതാക്കിയിട്ട് ഞാൻ ഇന്നേ വരെ ലൈവിലോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിലൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഈ പറയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിങ്ങളെ മൂഞ്ചിക്കാനുള്ള സാധനം ഉണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ ആലോചിക്കുക. അതെന്താന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ സാധനം എടുത്തു വെച്ചുങ്ങാണ്ട് ഒരു സമയം വരുമ്പോൾ ഊമ്പിക്കുക എന്നുള്ളൊരു സാധനം അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറെ ആരെക്കാട്ടിലും എനിക്കറിയാം. ഞാനത് ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, എനിക്കിപ്പം പറയാം. രാജുഭായ് ബാൻ കേസോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ATXൻ്റെ VC ഈ പറയുന്ന ATXിലുള്ള പ്ലേയേഴ്സിനോട് അല്ലെങ്കിൽ T47ലുള്ള പ്ലേയേഴ്സിനോട് ചോദിച്ചൊക്കെ അറിയാം. ഈ പറയുന്ന രാജുഭായിൻ്റെ ഈഗോൻ്റെ പുറത്ത് ഒരിക്കലും ഞാൻ ചെന്ന് സോറി പറയൂല. ബാനാണ് എന്താ പറയുക, ബാൻ ആയിട്ട് ഇരുന്നാലും കുഴപ്പമില്ല, ഇൻഡെഫിനിറ്റ് ബാൻ അടിച്ച് ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പുള്ളിക്കും വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോയ ആൾ ഞാനാ ATXൻ്റെ VCയിൽ, T47ൻ്റെ VCയിൽ. ഇപ്പോൾ പുള്ളി അത് പറയണത് എന്താ വെച്ചാൽ എനിക്ക് ലൈവിൽ വന്നുകാണ്ട് ഞാനാണ് ബാന് മാറ്റി കൊടുത്തതെന്ന് എന്താ പറയുക ലൈവിൽ വന്ന് മാസാവാൻ വേണ്ടിക്കാണ്ടാണ്
ഞാനത് ചെയ്തതെന്നാണ് പുള്ളി ഇപ്പോൾ പറയുന്നത്. എനിക്ക് പറയാലോ ബ്രോ, 0 വേർഡാണ് എനിക്കിതിനൊക്കെ. ഈ പറയണ നിങ്ങൾക്ക് അലീനനോട് ചോദിച്ചാൽ അറിയാം, അഥവാ കപ്പ് കേക്ക് ഗെയിമിങ്. ഈ പുള്ളിക്കാരനോട് ഇഷ്ടം പോലെ വട്ടം ഞാൻ ചോദിച്ചിരിക്കണ് ഫാൽക്കൻ്റെ കേസ് മാറ്റി കൊടുക്കുമോ. ഇല്ലെങ്കിൽ പുള്ളിക്കാരി പറയട്ടെ, പുള്ളിക്കാരിൻ്റെ ഹസ്ബൻഡ് എനിക്ക് വോയിസ് വിട്ടതിന് ശേഷമാണ് ഞാൻ ആ സാധനം ഇനി നടക്കലുണ്ടാവില്ല എന്ന് പറഞ്ഞത്. എന്നിട്ടും ഈവൻ ഈഗിളിൻ്റെ വീട്ടിൽ ലാസ്റ്റ് ടൈം പോയപ്പം ഈഗിൾ ബ്രോനോട് ചോദിച്ചാൽ അറിയാം, ഈഗിൾ ബ്രോനോട് ഞാൻ ചോദിച്ചതാണ് ഫാൽക്കൻ്റെ കേസിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ. എന്നിട്ടും ഞാൻ കളിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ. എൻ്റെ MRCയിലായിരുന്ന സമയത്ത് എല്ലാവരും ഞാൻ കൂട്ടുപിടിച്ചണം തന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എന്താ വെച്ചാൽ, ഇതൊന്നും ഇപ്പോൾ ഞാൻ ലൈവിൽ വന്നിരുന്ന് മാസമാവാൻ വേണ്ടിങ്ങാണ്ട് ചെയ്യണ പ്രക്രിയകളായാണ്ടെല്ലാം ആയി. അതുകൊണ്ട് ഷിബുവിൻ്റെ കേസ് ഞാൻ പറയട്ടെടാ, ഈ ഷിബുവിനൊന്നും എനിക്ക് ഞാൻ ഒരൊറ്റ കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാനുണ്ട്. ഞാൻ ചെയ്തൊരു തെറ്റുണ്ട്. ഞാൻ ഇല്ലയെന്ന് പറയണില്ല. ആ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനും മാക്കൊന്നും ഈവൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വ്യക്തമായിട്ട് ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഈവൻ ഈ രാജുഭായിനോട് പോലും, അല്ലെങ്കിൽ അപ്പാപ്പൻ, റൊസാരിയോ, ഒരാളോട് ഞാൻ അന്ന് അത്രയും മൈൻഡ് ഫോക്ക് ആയിട്ടാണ് ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് ഞാൻ കടന്നുറങ്ങി പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോൾ കുറേ മിസ് കാൾ ഉണ്ട്. ഞാൻ ആരടുത്തും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോഴത്തിന് ഇവർ എന്താ പറയുക, ഇരുത്തി ഓരോരുത്തരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്ത് അവിടെ ഗ്യാങ്ങിൽ കളിപ്പിക്കാനുള്ള രൂപത്തിലൊക്കെ ആക്കി കഴിഞ്ഞു. മനസ്സിലായോ? പിന്നെ ഞാൻ രാത്രി വന്നിട്ടാണ് ഞാൻ അങ്ങനെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങുകയാണ്. അതും അവിടെ ആരടുത്തും ഞാൻ പ്രോപ്പർ റീസൺ പറയാതെയാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് എൻ്റെതായ പേഴ്സണൽ കാര്യം ഉണ്ടായതുകൊണ്ടാണ് ബ്രോ ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയത്. അത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ് ഇറങ്ങിയത്. അതെനിക്ക് ലൈവിലും പറയാൻ താല്പര്യമില്ല. മനസ്സിലായോ? അത് ഞാൻ എന്നാൽ തന്നെ ഞാൻ 1-2 പ്രാവശ്യം ഞാനത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാൻ മാക്സിമം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം, ഇവിടെ വന്നാണ്ട് എല്ലാം വളമ്പാൻ പറ്റൂല. മനസ്സിലായോ? ഞാൻ ബാക്കിയുള്ള ആൾക്കാരെ മാതിരി മണ്ടനല്ല. എനിക്ക് ഓരോരുത്തരെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഈ അമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാളെ നമ്മൾ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഞാൻ അയാളെ നേരിട്ട് കാണുമ്പം ഇഷ്ടമുള്ള പോലെ നിൽക്കും. ചിലപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ആയിരിക്കും സംസാരം. ഞാനത് കഴിഞ്ഞ് വന്ന് മാറി വരുമ്പം എനിക്ക് അവനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള ആൾക്കാരോട് ഞാൻ ആ മോശം പറയുള്ളൂ. ഞാനത് വന്നുങ്ങാണ്ട് ലൈവിൽ ഇരുന്നുങ്ങാണ്ടോ അല്ലെങ്കിൽ പബ്ലിക്കലി ആ ഹെയ്റ്റ് ഒന്നും ഞാൻ അവരുടെ അടുത്ത് കാണിക്കാറില്ല. ഞാൻ പൊതുവെ അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പോൾ ഈ വേറൊരു കേസ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, OC ആയിട്ട് ആരെങ്കിലും ഗ്യാങ്ങിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാങ് വിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു രാജുഭായ് ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും. എനിക്കറിയാം, അവിടെ നിന്ന് കാണുന്നുണ്ടാവും. അപ്പം രാജുഭായ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റന്നാൾ എന്തോ റാംബോ OC ആയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന അന്ന് ദയവ് ചെയ്ത് ഈ ഗ്യാങ്ങിൽ നിന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോകണം. അതാണ് ഒരു പറഞ്ഞ വാക്കിന് അറ്റ്ലീസ്റ്റ് ഒരു വില ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. OC ആയിട്ട് പോകില്ല എന്ന് പറയും ചെയ്യുക, പിന്നെ ഒരു സൈഡിൽ നിന്ന് OC ആയിട്ട് പോകാൻ വേണ്ടിങ്ങാണ്ട് വേറെ ആൾക്കാരെ പറഞ്ഞേക്കുക. അതൊരിട്ടും നല്ല പ്രവണതയല്ല. മനസ്സിലായോ? ഇന്നേ വരെ ഞാൻ എൻ്റെ ലൈവിലോ അല്ലെങ്കിൽ ആരടുത്തും ഞാൻ ഇവിടെ വന്നുങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പം നമ്മൾ ഗ്യാങ് സ്പ്ലിറ്റായി VH-ഉം RG7-ഉം ആയിരുന്നുണ്ടെങ്കിൽ VH-നെ സപ്പോർട്ട് ചെയ്യരുതെന്ന് ഇന്നേ വരെ ഞാൻ ഇവരടുത്ത് ആരടുത്തും പറഞ്ഞിട്ടില്ല. ഇത് ഇവരെ പേഴ്സണൽ ചോയ്സാണ്. ഇനി ഇതിൽ നിന്ന് ഇപ്പം ഇനി 1000-2000 ആൾക്കാർ എനിക്ക് പോയാലും എന്നെ സംബന്ധിച്ചാവുന്ന വിഷയമല്ല. എനിക്ക് ഇനിയിപ്പോൾ ഈ കരിയർ നിർത്തി പോകണമെന്നുണ്ടെങ്കിലും എനിക്ക് ഉണ്ടാക്കാനുള്ളത്, ഞാൻ അവിടെ 4-5 കട എങ്ങാണ്ട് വരുന്ന 19-ാം തീയതി എൻ്റെ പുതിയ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനുമാണ്. അതിൻ്റെയും തിരക്കിലൊക്കെ ആയിട്ട് നമ്മൾ പല സോയിലാണ്. അപ്പം എനിക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മാണ്ടോര് എൻ്റെ കോണ്ടന്റ് കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ RG7 എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനെ എങ്ങനെയൊക്കെ ബെസ്റ്റ് ആക്കിങ്ങാണ്ട് എനിക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ ഉള്ള എൻ്റെ കണ്ടന്റും എൻ്റെ സ്ട്രീമിങ്ങും ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാർ മാത്രം നിന്നാൽ മതി. മനസ്സിലായോ? അല്ലാതെ ഞാൻ പേഴ്സണൽ ലൈഫിൽ ഞാൻ എവിടെയെങ്കിലും പോയി ആർക്കെങ്കിലും കുൽസിതം ചെയ്യുന്നുണ്ടോ, ഷെയ്ഖ് VC-യിൽ പറഞ്ഞതെന്ത്, ഇതൊന്നും അറിയാൻ വേണ്ടിയാണ്ട് ഒരു കുണ്ണാളും എൻ്റെ ലൈവ് കാണണ്ട. മനസ്സിലായോ? അങ്ങനെ പോകേണ്ടവർക്കൊക്കെ പോവാം. അപ്പുറത്ത് പോയിരുന്ന് അങ്ങനെ കണ്ടോ, OC ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും അവിടെ. അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്നും അത്യാവശ്യം OC പറയാണ്ട്. പിന്നെ വേറെയും കുറേ ആൾക്കാരെ മൂഞ്ചിച്ച കഥയൊക്കെ എൻ്റെ കൈമേ ഞാൻ എടുത്തച്ചൊന്നല്ല, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച മൂഞ്ചിച്ച കഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും മറക്കണ്ട. മനസ്സിലായോ? എനിക്കതിപ്പോൾ പറയാൻ താല്പര്യമില്ല. ഞാനൊരു ത്രെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ബാഡാവും. അതുകൊണ്ട് എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. എന്തായാലും വന്ന് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കൊക്കെ മനസ്സിലാക്കിങ്ങാണ്ട് നിൽക്കാൻ പറ്റുന്നവർക്ക് നിന്നാൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഇതിലിപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, പേടിപ്പിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും OC കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കും. പോകേണ്ടവർക്ക് പോവാം. ഞാൻ ലീഗലി മൂവ് ചെയ്യുള്ളൂ. ലൈവിൽ വന്ന് കണ്ടിരുന്ന് ഇതേമാതിരി അപരാധം പറയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കണ്ട് ഞാനത് ചിലപ്പോൾ അങ്ങ് വിടും. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ പിന്നെ വിളിച്ചു കണ്ട് ഈ പറയുന്ന പോലെ മാക്കിനെയും മാലിക്കിനെയും ബിലാലിനെയൊക്കെ കുറച്ച് പേടിപ്പിച്ച
അതൊക്കെ ഓല് ഞാൻ ഒരു കാര്യം പറഞ്ഞ RG7 എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗ് തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള ആരൊക്കെ എന്തൊക്കെ കേസാണെന്നുണ്ടെങ്കിലും ഞാൻ അതങ്ങ് വിടും. മനസ്സിലായോ? ഇതിൻ്റെ അകത്തൊരു പ്രശ്നമല്ലാതെ ഞാൻ നോക്കും. കാരണം ഇത് എൻ്റെ ഗ്യാങ്ങാണ്, ഇത് എൻ്റെ ഓർഗാണ്, ഇത് ഞാനായിട്ട് കൊണ്ടുപോകണതാണ്. ഇതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ആരെങ്കിലും ഒരു കുണ്ണല്ലായ്മത്തിന് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ആക്ഷൻ എടുക്കും. അല്ലാതെ ഇതിന് മുമ്പ് ചെയ്ത ഒപ്പം ഇരുന്നുങ്ങാണ്ട് തന്നെ ഊമ്പിത്തരം ചെയ്ത കുറേ കേസുകളുണ്ട്, നമുക്കറിയാം. ആ കേസിനൊന്നും എനിക്ക് ഇവന്മാരുടെ അടുത്തൊന്നും ഒരു കാര്യമില്ല. ഇവന്മാരൊന്നും ഞാൻ മാറ്റി നിർത്തൂല, കൂടെ നിർത്തുകയേ ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊന്നും അറിയാത്ത കുറേ പാവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ബുള്ള്, DNL, അപ്പാപ്പൻ, റൊസാരിയോ. നിങ്ങൾക്കൊന്നും ഇപ്പോഴും സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. വെറുതെ ഞാൻ അങ്ങനെ പറയുന്നതല്ല, നിങ്ങൾക്ക് ആലോചിച്ച് തിങ്ക് ചെയ്ത് ഗെറ്റ് എ ബെറ്റർ ലൈഫ് ബ്രോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ അതിലൊന്നും പോയിട്ട് ട്രാപ്പ് ആവല്ലേ. ജാസി, യെസ്. പിന്നെ ജാസിൻ്റെ കേസ് പറഞ്ഞപ്പോഴാ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും ഇതുണ്ടല്ലോ, എന്താ പറയുക, പേയ്മെൻറ്റ് കൊടുത്തതിൻ്റെ കണക്ക് എൻ്റെ അടുത്തുണ്ട്. എൻ്റെ അടുത്ത് പൈസ വാങ്ങിയ ആൾക്കാരെ കണക്കും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ റാംബോക്ക് ഞാൻ ലാസ്റ്റ് അയച്ച പേയ്മെൻ്റ് ആണ്. എൻ്റെ കയ്യിൽ കിട്ടിയ 88,975 രൂപ, അഥവാ ജാസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 88,975 രൂപ കൊടുത്തതിൻ്റെ കണക്കാണ്. അയ്യോ, അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചില്ലല്ലേ, ഒരു മിനിറ്റ്, അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചുതരാം, വെയിറ്റ്. ഇതാണ് ഞാൻ കൊടുത്തതിൻ്റെ കണക്ക്. എൻ്റെ പേയ്മെൻറ്റ് റാംബോൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 88,975 രൂപ എനിക്ക് കിട്ടിയ കണക്ക് ഞാൻ എന്തായാലും ജാസിക്കുള്ളത് കൊടുത്തുക്കണേ. എന്തോ 4.5 ലക്ഷം 5 ലക്ഷമൊക്കെ കിട്ടീനെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ കറക്റ്റ് കിട്ടിയണോ എന്നുള്ളതൊക്കെ അതിൻ്റെ ആൾക്കാർ അന്വേഷിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതിൽ ഞാൻ അവരാതെ ഇങ്ങാണ്ട് പോകേണ്ടവർക്കൊക്കെ പോവാം. ഷിബുവിനൊന്നും ഞാൻ പറയട്ടെ, ഷിബു എന്ന് പറയുന്ന ആൾക്ക് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ എന്തോ ഞാൻ നക്കി കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയണത്. 0 വേർഡ് ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടും. അതുകൊണ്ട് നിനക്കൊന്നും സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. നീ ഇവിടുന്ന് അവന്മാർ പറയണ കേട്ടുകൊണ്ട് മാത്രം നിന്ന് ജഡ്ജ് ചെയ്യണ്ട. നമ്മളെ സൈഡൊക്കെ നിന്ന് തിങ്ക് ചെയ്താൽ ഞാനൊന്നും ഒപ്പം നിൽക്കുന്ന ആൾക്കാർ ഇന്നേ വരെ മൂഞ്ചിച്ചാൽ നോക്കിയിട്ടില്ല. നമ്മൾ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി എന്നുള്ള ഒരൊറ്റ തെറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ ഇറങ്ങിയപ്പം ആ തെറ്റല്ല, അത് പേഴ്സണൽ പ്രശ്നം കൊണ്ടൊക്കെ തന്നെയാണ് ഇറങ്ങിയത്. അതൊന്നും ലൈവിൽ വന്നാണ്ടിരുന്ന് പറയാൻ താല്പര്യമല്ല. ഈ പറഞ്ഞ ആ സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരോടൊന്നും സംസാരിച്ചതുമില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ശരിയാണ്, ഓലെ സംബന്ധിച്ച് ഓലെ സൈഡിൽ നിന്ന് നോക്കുമ്പം അത്രയും സമയം കൂടെ അത്രയും കാലം നിന്ന ആൾക്കാർ എന്ത് കേസിനുണ്ടെന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് വരെ മലപ്പുറത്തേക്ക് ട്രെയിൻ കയറി വന്ന ആൾക്കാർ തന്നെയാണ്. ഓലോട് ഞാൻ ഷെയർ ചെയ്തില്ല എന്നുള്ളതൊക്കെ ഓല് ചിന്തിക്കുമ്പം ശരിയാണ്. പക്ഷേ റാദർ ദാൻ മീ അല്ലെങ്കിൽ ബിയോണ്ട് മീ അവർ റാംബോ പറയുന്ന കാര്യങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ റാംബോൻ്റെ ഒപ്പം നിർത്തിയതാണ് ഞാൻ. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ടില്ല. ഈ പറയുന്ന വേറെയും പ്രൂഫ് ഇനിയുണ്ട്. അലക്സ് ഗ്യാങ് എന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ അലക്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ് നീ റാംബോൻ്റെ കൂടെ നിൽക്കുന്നില്ല. അതിൻ്റെ പ്രൂഫാണിത്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചത് നിങ്ങൾക്ക് ബോറിംഗ് ആവുന്ന എഴുതിയില്ല. പ്രണവ് ഈ പറയുന്ന പ്രണവ് അടക്കം ഞാൻ പറഞ്ഞതാണ് അവിടെ നിന്നോ എന്നുള്ളത്. അതിൻ്റെയൊക്കെ പ്രൂഫാണത്. അവിടെ നിന്നോ, ഞാൻ ഒരാളെ വിളിച്ചിട്ടില്ല. കിട്ടാവുന്നതിൽ നല്ല പ്ലേയേഴ്സാണ് ഈ നമ്മളെ MRGയിൽ ഉണ്ടായിരുന്ന പ്രണവും അലക്സും പിന്നെ കുറച്ച് പേരൊക്കെ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ വരാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരാളെ ഊമ്പിച്ചാൻ നോക്കിയിട്ടില്ല. മനസ്സിലായോ? പറ്റുന്നവർ മാത്രം വിശ്വസിച്ചാൽ മതി. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അപ്പാപ്പനും റൊസാരിയോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ ഇതിലൊന്നും വെറുതെ പോയി ബ്രെയിൻ ഡെഡ് ആയിട്ട് അറിയാത്ത കാര്യങ്ങളിൽ മിസ്റ്റേക്ക് അടക്കമാണ് പറയണത്. ബാക്കിയൊക്കെ നിങ്ങളെ ചോയ്സ്, നിങ്ങൾക്ക് തീരുമാനിക്കുക എന്താണെന്നുള്ളത്. എന്തായാലും ഇവിടുന്ന് ആരും ഒരാൾ OC ആയിട്ടോ ഒന്നായിട്ടും ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിതിനെ പറ്റി കൂടുതൽ പറയാനും താല്പര്യമില്ല. എനിവേ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കൺവേർട്ടഡ് അല്ല, മനസ്സിലായോ? ദ ട്രൂത്ത് അതാണ്, വിത്ത് പ്രൂഫാണ് ഞാൻ കാണിച്ചത്. ഈ പറയണ താജ്മഹൽ പണിയിപ്പിക്കാൻ കാഫി, പിന്നെ ഹബീബി ബ്രോ, ഷാറൂഖ് ബ്രോ, ദിൽഷാദ് ബ്രോ, ഈ പറഞ്ഞ 4 ആൾക്കാരെ നിന്നല്ലാതെ ആരുടെന്നെങ്കിലും പേയ്മെൻറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പ്രൂഫായിട്ട് വരാം. ഈ 4 പേര് മാത്രമേ അതിന് പൈസ തന്നിട്ടുള്ളൂ. ബാക്കി പിന്നെ ഞാനും റൊസാരിയും മാക്കും അപ്പാപ്പനൊക്കെ കൂടി കണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയതും പണിതതൊക്കെ.
അപ്പോൾ അതിലൊന്നും എനിക്ക് കൂടുതൽ പറയാനല്ല, മനസ്സിലായോ? നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. എന്തെല്ലോ വലത്തുനിന്നല്ലേ പറഞ്ഞു വന്നത്. നീയൊക്കെ എൻ്റെ നിന്ന് എത്ര പൈസ വാങ്ങിയെന്നും അതിൻ്റെയൊക്കെ കണക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാനത് തരണ്ടേ. അസെൻസിയോ എന്താ എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. നിങ്ങൾ ചുമ്മാ പർച്ചേസും പരിപാടിയൊന്നും ഇവിടെ ഇല്ല, മനസ്സിലായ? ഞാൻ അമ്പി മോഡ് ഓണായി. ഇനി ഞാൻ കുറച്ചേരം അമ്പിയേക്കാരം, മനസ്സിലായ? നിങ്ങളേതായാലും കൊള്ള. ഒരാൾ വളരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ താത്താൻ കുറേ എണ്ണം ഉണ്ടാവും, മനസ്സിലായോ? അത് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം ഈ പെട്ടെന്ന് ക്യുക്ക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഒരു കൊല്ലം കൊണ്ട്, വെറുതെ ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്, അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിൽ പോകും എന്നുള്ളതൊക്കെ എല്ലാവർക്കും നല്ല വ്യക്തമായ ധാരണ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ ആരൊക്കെ ഉണ്ട് താത്താൻ എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ക്യാരി ഓൺ താഴത്തില്ല പുഷ്പ, മനസ്സിലായ?